सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपादमहं वन्दे परमानन्दमाधवं परमानन्दमाधवം. ഗീതാധ്യാന ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം കൂടെ നമ്മൾ ചൊല്ലും. ഓം വാർധായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരിയോ. നമ്മള് ഭഗവത്ഗീതയെ പറ്റിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഭഗവത്ഗീത എന്താണ് എന്ന് കണ്ടു, ഭഗവത്ഗീത എന്തിനാണ് എന്ന് കണ്ടു. ഇതാണ് നമ്മൾ 2 ക്ലാസ്സിലായിട്ട് കണ്ടത്. ഇതിന്റെ ഇടയിൽ ചെറിയ 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 ടോപ്പിക്കുകളൊക്കെ കണ്ടു. എന്താണ് ഭഗവത്ഗീത ആർക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണ്, ആരാണ് ഭഗവത്ഗീത എഴുതിയത്, എവിടാണ് ഭഗവത്ഗീത ഉള്ളത്, വേദവ്യാസനെ പറ്റിയെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ, ഒരാഴ്ച നമ്മൾ ക്ലാസ്സേ എടുത്തില്ല, അതിനുശേഷം 1.5 ആഴ്ചക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും എത്തിയേക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത എന്ന് ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ ആയിരിക്കില്ലേ ഞാനിപ്പോ പറയാ. താല്പര്യം അത് തന്നെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കത്തില്ല പറയാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്? നമ്മളൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ദുഃഖമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന എന്തിനാണ്? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ആ ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന കൃതിയാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഭഗവത്ഗീത പ്രസ്ഥാനത്രയങ്ങളിൽ ഒന്നാണ് എന്ന് പറയാം. എന്തൊക്കെയാ പ്രസ്ഥാനത്രയം? ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. അപ്പം ഇത് നമ്മളെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിക്കും. കാര്യം എന്നാ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദമാണ്. അപ്പം ഇതില് നമ്മൾക്ക് ഒരു ക്യാച്ച് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനന്ദം എന്ന് നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നുള്ളതാണ് സത്യം. കാര്യം, എനിക്ക് വേറൊന്നും ഇല്ല എങ്കിലും എൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവം ആനന്ദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. ഇതിനെ തിയറിറ്റിക്കലി മനസ്സിലാക്കിയോണ്ട് കാര്യമില്ല. കാര്യം എന്നാ? തിയറിറ്റിക്കലി മനസ്സിലാക്കി നമ്മൾ തിയറിറ്റിക്കലി ഇതിനെ വിശദീകരിച്ചു കൊടുക്കാനൊക്കെ പറ്റുമായിരിക്കും, നമ്മളത് ജീവിക്കേണ്ടി വരും. അതാണ്, നമ്മളും ജീവിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ഒരു ലോജിക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് എൻ്റെ സ്വഭാവം ആനന്ദമാണ് എന്നുള്ളത് പറയാൻ, എൻ്റെ സ്വരൂപം ആനന്ദമാണെന്നുള്ളതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ? ഇഷ്ടംപോലെ ലോജിക്ക് ആചാര്യന്മാർ പറയും. അതിലെ ഒരു ലോജിക്ക്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ലോജിക്ക് ഇതാണ്. നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മൾ ആരെ ഇഷ്ടപ്പെടുക? നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് സുഖം തരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ കഴിവതും അവരുടെ അടുത്ത് പോകാതിരിക്കാൻ ശ്രമിക്കും. നമ്മളെ ദുഃഖിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത്? നമുക്ക് സുഖം തരുന്ന ആൾക്കാർ. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ പറയും, എൻ്റെ അച്ഛനെയാണ് എനിക്കിഷ്ടം, അമ്മയെയാണ് എനിക്കിഷ്ടം, മക്കളെയാണ് എനിക്കിഷ്ടം എന്നെല്ലാം നമ്മൾ പറഞ്ഞാലും അവസാനം കറങ്ങി അടിച്ച ഒരു പോയിന്റിലേക്ക് എത്തുന്നത് അറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. എനിക്ക് എൻ്റെ മകനെ ഇഷ്ടമായ എന്തുകൊണ്ടാ? അവൻ എൻ്റെ മകനായതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായത്.
മനസ്സിലായല്ലേ? ആലോചിച്ച് നോക്കണം. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. അത്ര ഞെട്ടലൊന്നുമല്ല, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. പറയും ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. അതല്ലെങ്കിലോ നമ്മുടെ ഗ്രാമ്യ ഭാഷയില് അതല്ലെങ്കിൽ മലയാള ഭാഷയില് കുഞ്ചൻ നമ്പ്യാര് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തള്ളക്കിട്ടൊരു തല്ല് വരുമ്പോ പിള്ളയെ എടുത്ത് തടുക്കും എന്നാ. അതായത് തള്ളക്കിട്ടൊരു തല്ല് വരുന്ന സമയത്ത് അവര് പെട്ടെന്ന് ആ തല്ലിനെ പ്രതീക്ഷിച്ചിട്ടല്ല ഇരിക്കുന്നത് എങ്കിൽ കയ്യിൽ തന്റെ സ്വന്തം കുഞ്ഞാണെങ്കിൽ കൂടെ അതിനെടുത്ത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടേ, ബ്ലോക്ക് ചെയ്യുന്നു. കരാട്ട ഒന്നും പഠിച്ചില്ലേലും. ഇത് നമ്മുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതെ 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 ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്നേഹം എന്താണ്? മാതൃത്വമൊക്കെയാണ്. അതെ അതേ ലെവലിലാണെങ്കിൽ പോലും അറിയാം. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോവാ, സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് പോവാ, അമ്മാതിരി സാധനങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇവിടെ അതിനേക്കാളും കുറച്ചും കൂടെ വേറെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ആനന്ദ സ്വരൂപിയാണ്, ഈ ലിമിറ്റഡ് ഈഗോയെ അല്ല ഇവിടെ ഞാൻ എന്ന് പറയാം. അത് നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണും. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? എന്നെയാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടുത്തുള്ളൂ? എനിക്ക് സുഖം നൽകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുത്തുള്ളൂ. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ച് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഞാൻ ആനന്ദ സ്വരൂപം. ഇതിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രസ്ഥാനത്രയം നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. എന്തിലേക്ക് എത്തിക്കുകയാണ്? ഞാൻ ആനന്ദ സ്വരൂപിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കുകയാണ്. അതിനേക്കാൾ ഉപരി എനിക്ക് വേറൊന്നും ഇല്ലെങ്കിലും ഞാൻ ആനന്ദ സ്വരൂപിയായിട്ടുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കുക എന്നെല്ലാം പറയുന്നത് വലിയ കാര്യമായിട്ട് തോന്നും. അങ്ങനല്ലേ? ഇത് പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് വേറെ ഒന്നില്ല എങ്കിലും എനിക്ക് സന്തോഷത്തോടുകൂടി, സുഖത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, തൃപ്തിയോടുകൂടി, ദുഃഖമില്ലാതെ ഇരിക്കാൻ പറ്റും. ഇതാണ് പോയിന്റ്. ഇതാണ് പ്രധാന പോയിന്റ്. അതായത് എനിക്ക് വേറൊന്നിന്റെയും നിർബന്ധം പിടിക്കേണ്ട എന്ത് സന്തോഷത്തോടുകൂടി ഇരിക്കുക. എന്ത് കിട്ടിയാൽ നീ സന്തോഷിക്കും? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. കാര്യം എന്നാ? ഒന്നുമില്ലേലും എനിക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാം. അതിന്റെ അർത്ഥം നമ്മൾ ഒന്നും നേടാതിരിക്കരുതെന്നല്ലേ. നേടേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും കൃത്യമായിട്ട് നേടുക തന്നെ വേണം. അതിലേക്ക് നമ്മൾ എത്തും. കർമ്മയോഗമൊക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാണും. ഇവിടുന്നാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ഞാൻ ആരാണ് എന്ന്, ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ഇത്യാദി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം? ആചാര്യന്മാര് പറയും എന്റെ പേടി പോകും. കാര്യം നിങ്ങൾ എന്റെ ഒന്നും തട്ടിപ്പറിക്കാനില്ല, തട്ടിപ്പറിച്ചാലേ എനിക്കൊന്നും ഇല്ലാന്ന്. മനസ്സിലായതേ? എന്റെ പേടി പോകും, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. അയ്യോ ഞാൻ ചെയ്തെന്താ? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് മാത്രമല്ല എനിക്ക് ആ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകും, എനിക്ക് സമാധാനം ഉണ്ടാകും, എനിക്ക് ആ ഒരു പൂർണ്ണത, നിറവ് ഫീൽ ചെയ്യും. ഇതിനെയൊക്കെയാണ് മോക്ഷം എന്നല്ല ആചാര്യന്മാര് പറയുക. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാകാം എന്നാണ്. അപ്പം ഇതിലേക്ക് എത്തിക്കുകയാണ് ഭഗവത്ഗീത ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. ഇനി ആരാ ഭഗവത്ഗീത പഠിച്ചത്? ആരാണ് ഭഗവത്ഗീത പഠിപ്പിച്ചത്? ഇത് രണ്ടുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആരാണ് ഭഗവത്ഗീത പഠിച്ചത്? ആരാണ് ഭഗവത്ഗീത പഠിപ്പിച്ചത്? കാര്യം ഭഗവത്ഗീത നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കും എന്താണ് ഈ ഗുണങ്ങൾ വേണം എന്നാണ്. ഇല്ലെങ്കിലോ ഈ ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെല്ലാം. നമ്മൾ ഏത് തലത്തിൽ നിന്നാണെങ്കിലും ഭഗവത്ഗീത നമ്മളെ ഉയർത്തുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ഇല്ലേ ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രീ റിക്വസൈറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ കൂടെയും നമ്മളൊന്ന് റെഡി ആയിട്ട് നിൽക്കും. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ശബരിമലയ്ക്ക് പോകാൻ വ്രതം എടുക്കണം, നല്ല കാര്യം. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ഒന്ന് നടന്നു നോക്കും. കാര്യം എന്നാ? ആ 4 കിലോമീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടരുതല്ലോ. പക്ഷെ ഈ നടക്കണം എന്നുള്ള നിർബന്ധമല്ല. നേരത്തെ നടന്ന് പരിശീലിക്കണം എന്നുള്ള നിർബന്ധമാണോ? അല്ല. ചില ആൾക്കാർ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഭഗവത്ഗീത പഠിച്ചു തുടങ്ങാം. ഞാൻ ഏത് തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഭഗവത്ഗീത എന്നെ ഉയർത്തുമെങ്കിലും നമ്മൾ നേരത്തെ ഒരു അധികാരിയെ കണ്ടിട്ട്, ഭഗവത്ഗീതയുടെ അധികാരിയായിട്ടുള്ള ആ അധികാരിയെ കണ്ടിട്ട് അതേപോലെ നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായി. അപ്പൊ നമ്മൾ ഇന്നെന്താ കാണാൻ പോവാ? ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ അധികാരി ലക്ഷണം നമ്മൾ കാണും. അധികാരി ലക്ഷണമായിട്ടൊന്നും അല്ല നമ്മൾ കാണുന്നത്. പക്ഷെ എന്താണ് അതിന്റെ രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണും. രണ്ടാമത്തത് ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുത്ത ആളുടെ ആ ഒരു മഹത്വം നമ്മൾ കാണും. കാര്യം എന്താ? അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരാളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണും. പറ്റുകയാണെങ്കിലോ നമ്മൾ ചിലപ്പോൾ അർജുന വിഷാദ യോഗം എന്ന് പറയുന്നൊരു ടോപ്പിക്കും കാണും. എല്ലാ സമയത്തിനനുസരിച്ചിട്ടാണ്. എത്ര സമയം ഉണ്ടെന്ന് നോക്കി. ആരാ ഭഗവത്ഗീത പഠിച്ചതാരാ? അർജുനൻ. അപ്പൊ നമ്മള് അർജുനന്റെ ക്വാളിറ്റീസ് ആണ് കാണാൻ.
അർജുനന്റെ ക്വാളിറ്റീസ്. നമുക്ക് രസകരമായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു ഐറണി ഉണ്ട്, വിരോധാഭാസം. എന്താന്ന് വെച്ചാൽ ഒരേ സമയത്ത് നമ്മളെ കേട്ടേക്കുന്ന വില്ലാളി വീരൻ വീരമണി കണ്ഠനായിട്ടുള്ള അർജുനനെ പറ്റി ആണെങ്കിൽ, പക്ഷെ നമ്മൾ വീണ്ടും 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 എടുത്തുപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തേർതട്ടിൽ തളർന്നിരുന്ന അർജുനൻ എന്നാണ്. ആലോചിക്കേ, വില്ലാളി വീരൻ വീരമണി കണ്ഠൻ എന്ന് പറയുന്ന അർജുനനും അതോടൊപ്പം തന്നെ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പറയും തേർതട്ടിൽ തളർന്നിരുന്ന അർജുനൻ. അപ്പൊ ഈ ഒരു അർജുനനെ നമ്മൾ കൃത്യമായിട്ട് നോക്കി കാണേണ്ട കാര്യമുണ്ട്. ചില സമയത്ത് നമ്മളും അറിയാതെ എന്ത് പറ്റുമെന്നറിയാവോ, നമ്മളും അറിയാതെ അർജുനൻ ഒരു മോശക്കാരനാണോ, തേർതട്ടിൽ തളർന്നിരുന്നവനല്ലേ എന്നെല്ലാം നമ്മുടെ ഉള്ളില് മനഃപൂർവ്വം ആകണമെന്നില്ല, കണ്ടീഷൻഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം അർജുനന്റെ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ക്വാളിറ്റി നമ്മൾ കാണാൻ ശ്രമിക്കും. നമ്മളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ നമുക്കുണ്ട് എങ്കിൽ അത് നന്നായിരിക്കും. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അർജുനന്റെ ഒരു ഗുണം പറഞ്ഞേ. നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാ, യുദ്ധം ചെയ്യാൻ അറിയാം, അതൊക്കെ ശരിയാണ്. അർജുൻ അസേ എന്താണ് ഒരു പടയാളിയോ രാജകുമാരനോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ അർജുനൻ സൂപ്പർ സ്കിൽഡ് ആയിരുന്നു. സ്കിൽഡാണ്. ഈ സ്കില്ലിങ്ങിൽ തന്നെ പല 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 തലങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ, ഈ ഗുണങ്ങള് നമുക്ക് ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാല്, അർജുനന്റെ ഒരു കഥ എടുത്താല്, അർജുനന്റെ ഒരു കഥ പറയുന്ന പറഞ്ഞാൽ കുട്ടികളുടെ ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന കഥയുണ്ട്. ഏത് കഥയാണ്? കിളിയുടെ കണ്ണയുന്ന കഥ. അതാണ്. അപ്പൊ നമ്മൾ പറയും കണ്ടോ, കോൺസെൻട്രേഷൻ 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 എന്ന് നമ്മൾ പറയും. എന്നിട്ട് കുട്ടികളുടെ ചോദിക്കും, മക്കളെ നിങ്ങൾക്ക് വേണ്ട ഗുണം എന്താണ്? അപ്പൊ അവരും പറയും കോൺസെൻട്രേഷൻ. ഓക്കെ, സമ്മതിച്ചു, അത് വേണ്ടതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഒരു സാധനം എഴുതുന്ന സമയത്ത്, ഏത് സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു ഏകാഗ്രതയൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ അതിൻ്റെ അകത്ത് വേറൊരു ഷെയ്ഡുണ്ട് സത്യത്തിൽ. അർജുനോട് ചോദിക്കും, ബാക്കിയുള്ളവരോട് ചോദിക്കും, നീ എന്ത് കാണുന്നു എന്ന് പറയുന്ന സമയത്ത് അവര് പറയും, ഞാൻ ആകാശം കാണുന്നു, ഞാൻ ആ മരം കാണുന്നു, ഞാൻ ബാക്കിയുള്ളവരെ കാണുന്നു, കൂട്ടത്തിൽ കിളിയെ കാണുന്നു എന്ന് പറയുന്ന സമയത്ത് അർജുനൻ പറയും എന്താണ്? കിളിയുടെ കണ്ണ് കാണുന്നു. ഇതാണ് പോയിന്റ്. ഇതാണ് നമ്മൾ എല്ലാ കാലവും പറയുന്ന കഥ. ഓക്കെ, ഇതില് അർജുനന്റെ ലക്ഷ്യത്തിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് കാണുന്നത്. നമ്മൾ ഇപ്പൊ ഇവിടെ മുതിർന്ന ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, ഇതിൽ കുട്ടികൾ ഇരിപ്പുണ്ട്, മുതിർന്ന ആൾക്കാർ ഇരിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? അതായത് മറ്റേ സിനിമയിലൊക്കെ പറയുന്ന കണക്ക് എന്തിനാ ജീവിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റുന്ന ആളുകളുണ്ടോ എന്നുള്ളൊരു ചോദ്യം. 50, 60, 70, 80 വയസ്സ് ജീവിച്ച് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് എല്ലാം നേടിയ വിജയിച്ച ആൾക്കാരൊക്കെ പോലും എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരം തരത്തില്ലേ. നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ അവശ്യം വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗോൾ ക്ലാരിറ്റി. ഞാൻ എന്തിന് ജീവിക്കുന്നു? ഇതില് അർജുനൻ കൃത്യമായിരുന്നു എന്നാ ആദ്യമൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ക്ലാരിറ്റി ഉള്ള അർജുനൻ പോലും എന്താണ് വീണുപോയി. അപ്പൊ ഈ ഗോൾസ് എന്താണ് നമ്മൾ കാണണം. പ്രധാനമായിട്ട് നമ്മുടെ ആചാര്യന്മാര് 2 തരം ഗോൾസിനെ പറ്റി പറയും. 2 തരം ലക്ഷ്യം. എന്താണ്? ഗോൾ ഓഫ് ലൈഫും ഗോൾസ് ഇൻ ലൈഫ്. ഗോൾ ഓഫ് ലൈഫും ഗോൾസ് ഇൻ ലൈഫും കേൾക്കുമ്പോൾ നല്ല രസമാണ്. എന്താ ഗോൾ ഓഫ് ലൈഫ്? എന്താ? ജീവിത ലക്ഷ്യം. അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നായിരിക്കും. നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചു മുമ്പ് കേട്ടതുപോലെ നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ സുഖത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും നശിക്കാത്ത ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിനെയാണ് ആചാര്യന്മാര് മോക്ഷം എന്നോ മുക്തി എന്നോ എല്ലാം പറയും. ഇനിയോ ഗോൾസ് ഇൻ ലൈഫ് ഉണ്ടായിരിക്കും. എന്താ? ചെറിയ 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 ലക്ഷ്യം. ആ ലക്ഷ്യങ്ങള് നമ്മളെ എന്തിലേക്ക് എത്തിക്കണം? ഗോൾ ഓഫ് ലൈഫിലേക്ക് എത്തിക്കണം. ഇതാണ് താല്പര്യം. അപ്പം ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കുകയാണ്, എന്തിനാ മക്കളെ ജീവിക്കുന്ന? 10ാം ക്ലാസ് ജയിക്കണം എന്നായിരിക്കും അവന്റെ ജീവിത ലക്ഷ്യം. മനസ്സിലായില്ലേ? ആ ഡിഗ്രിക്ക് പഠിച്ചിട്ട് എന്താ? ഒരു ജോലി കിട്ടണം, അതായിരിക്കും അവന്റെ ലക്ഷ്യം. ഇനി കല്യാണം കഴിക്കാതെ നടക്കുന്ന പിള്ളേരാണെങ്കിൽ എന്താണ്? എന്റെ ആ കൂടി ഒരു ലക്ഷ്യമുള്ളൂ, ഒന്ന് കല്യാണം കഴിക്കണം. ഓക്കെ, ബട്ട് ഈ ലൈനാ. ഈ രീതിയിൽ നമുക്ക് ഇതിനെ കാണാം.
പക്ഷെ നമ്മൾ ആലോചിക്കണം എന്താ, ഈ ചെറിയ 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 ലക്ഷ്യങ്ങളൊക്കെ ഞാൻ നേടുന്നത് എന്തിനാണ്? ഏറ്റവും അവസാനം പരമമായിട്ടുള്ള ആ മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു തലം. അതല്ലെങ്കിൽ നമ്മള് നമ്മുടെ 4 പുരുഷാർത്ഥങ്ങളെ പറ്റി ശാസ്ത്രം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയത്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഈ 3 എണ്ണം ഇല്ലേ, എന്താണ്? ധർമ്മ, അർത്ഥ, കാമങ്ങള്, ഇതിനെ ഗോൾസ് ഇൻ ലൈഫ് എന്ന് പറയാം. നമുക്ക് ധർമ്മത്തിന്റെ ആവശ്യമുണ്ട് ഇവിടെ ജീവിക്കാൻ, ഉണ്ട്. നമ്മൾ ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതം. അത് മാത്രമല്ല, ധാർമ്മികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ധാർമ്മികമായിട്ട് നമ്മൾ അർത്ഥത്തിനെ സമ്പാദിക്കണം. ഹിന്ദു ഫിലോസഫി, ഭാരതീയ ശാസ്ത്രങ്ങള് ഒരിക്കലും ധനം സമ്പാദിക്കുന്നതിന് എതിരല്ല. മനസ്സിലായല്ലേ? അത് നമ്മളെ ആരാണ്ടോ തെറ്റായ റീഡിങ്സിൽ കൂടെ കൊണ്ടുപോയതാ. ഏറ്റവും ഗംഭീരമായിട്ട് സമ്പാദിക്കണം എന്നാണ് സമ്പാദിക്കേണ്ട ആൾക്കാർ. ബ്രഹ്മചാരി സുധീർ ചെയ്തതിനെ സമ്പാദിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കും, നമ്മുടെ മെയിൻ പരിപാടി ഭിക്ഷ എടുക്കാന്നാ. ബ്രഹ്മചാരി ഭിക്ഷ എടുക്കാം, സന്യാസി ഭിക്ഷ എടുക്കാം. ബ്രഹ്മചാരിക്ക് സന്യാസിക്ക് ഭിക്ഷ അന്വേഷിച്ചു, ഗൃഹസ്ഥൻ ഭിക്ഷ പാടില്ല. ഗൃഹസ്ഥനാണ് ബാക്കിയുള്ള സൊസൈറ്റി എന്താണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇനിയോ ബ്രഹ്മചാരിയോ അല്ലെങ്കിൽ ഒരു സന്യാസി ആയിക്കൊണ്ട് ഗൃഹസ്ഥന്റെ പണിയെടുക്കാനും പാടില്ല, ഗൃഹസ്ഥനായിക്കൊണ്ട് സന്യാസിയുടെ പണിക്ക് പോകാനും പാടില്ല. നമ്മള് ഏതൊരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? ഏതോ സിനിമയല്ല, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? വിജയൻ മാഷ് പോയതാണ്. അങ്ങനെ വരാൻ പാടില്ല. അപ്പം ധാർമ്മികമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ അർത്ഥത്തിനെ സമ്പാദിക്കണം. എനിക്കിവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാനും എന്നിൽ കൂടെ ഈ സൊസൈറ്റി ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള അർത്ഥത്തിനെ ഞാൻ സമ്പാദിക്കണം. ഞാൻ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ടും ചെയ്യണം, ഒരു സംശയം. അതേപോലെ ഞാൻ ധാർമ്മികമായിട്ട് അർത്ഥത്തിനെ സമ്പാദിച്ചിട്ട് എന്റെ കാമത്തിനെ പൂർത്തീകരിക്കണം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ കാമം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ലെസ്റ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. അങ്ങനല്ല. ഈ ധർമ്മ, അർത്ഥ, കാമത്തിന്റെ ഇതിനെ 3നെയും ഞാൻ നിറവേറ്റിക്കൊണ്ട് ഞാൻ മോക്ഷത്തിലേക്ക് നടക്കണം. അതിന് നമ്മൾ ധാർമ്മികമായിട്ട് ധനം സമ്പാദിച്ച് കാമ പൂർത്തീകരിച്ച് ആ വൈരാഗ്യം സിദ്ധിച്ചുകൊണ്ട് ഞാൻ മോക്ഷത്തിലേക്ക് പോകും. ഈ ഒരു ക്ലാരിറ്റി, ഗോൾ ക്ലാരിറ്റി നമുക്ക് വേണം. എന്ത് കാണുന്നു? കിളിയുടെ കണ്ണ് കാണുന്നു എന്ന് അർജുനൻ പറഞ്ഞെങ്കിൽ നമുക്ക് ധാരണ വേണം, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഞാനൊരു ഗൃഹസ്ഥനാണെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാനൊരു ബ്രഹ്മചാരിയാണെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത്? ഇത് അറിഞ്ഞിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നല്ലൊരു കോൺട്രിബ്യൂട്ടർ ആകും, പോസിറ്റീവ് കോൺട്രിബ്യൂട്ടർ ആകും സൊസൈറ്റിക്ക്. ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇത് നമുക്ക് കാണിച്ചു തരും ഭഗവത്ഗീത എങ്ങനെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലെ, വിഷൻ പ്ലസ് ആക്ഷൻ എല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. വിഷൻ പ്ലസ് ആക്ഷൻ, ഇതിന്റെ വിഷൻ എന്താണെന്നെല്ലാം കാണിച്ചു തരും. ഓക്കെ, അപ്പൊ അർജുനന്റെ സ്കിൽ സെറ്റ് ആയിരുന്നു എന്ത്? ലക്ഷ്യത്തിനെ കാണാനുള്ള കഴിവ്. നമ്മൾ ഭഗവത്ഗീതയുടെ വിദ്യാർത്ഥിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഫോക്കസ് നമുക്ക് വേണം. ഇനിയോ അർജുനന്റെ വേറൊരു സ്കില്ലുള്ള കഥ പറയാവോ? കഥകളുണ്ട്, ഇഷ്ടംപോലെ കഥകളുണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. അർജുനൊക്കെ വീട്ടില് ദ്രോണര് പറഞ്ഞിട്ടുണ്ട്, അർജുനൻ ഒരിക്കലും ഇരുട്ടത്ത് ആഹാരം കൊടുക്കരുത്. കഥ കേട്ടിട്ടുണ്ടത്? നമ്മുടെ ഒക്കെ എല്ലാം പറയല്ലേ, നിന്നെ ഈ കൊച്ചിലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പറയാറില്ല. എന്ന് വെച്ചാൽ എന്നാ ഇരുട്ടത്തൂട്ടി വെളിച്ചത്ത് കിടത്തും എന്നെല്ലാം പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അങ്ങനൊന്നും പറയാറൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ദ്രോണര് വളരെ കൃത്യമായിട്ട് അർജുനന് ഒരിക്കലും ഇരുട്ടത്ത് ആഹാരം കൊടുക്കരുതെന്ന് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ലൈറ്റ് ഒന്നും അല്ലല്ലോ. അർജുനൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വിളക്ക് കെട്ടുപോയി. ആ സമയത്ത് അർജുനൻ കൃത്യമായിട്ട് ആഹാരം കഴിക്കുക. അപ്പോഴാണ് അർജുനൻ ആ ചിന്ത വന്നത്, എന്ത്, എനിക്ക് കൃത്യമായിട്ട് ഇരുട്ടത്ത് ആഹാരം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ, കൃത്യമായിട്ട് എനിക്ക് എന്റെ വായിലേക്ക് കൈ പോകുകയാണെങ്കിൽ എനിക്ക് ഇരുട്ടത്ത് അമ്പയിക്കാനുള്ള കഴിവ്, അതെനിക്ക് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പം നേടാൻ പറ്റുന്നതാണ്. നമ്മൾ എത്ര പേര് നമുക്ക് കിട്ടിയതിനെ പ്രോപ്പറായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം. നമുക്ക് ധാരാളം കഴിവുകളുണ്ട്. ഈ കഴിവിനെ സമൂഹത്തിലേക്ക് നമ്മുടെയും കൂടി ഒരു ഇന്നോവേഷനും കൂടെ ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ സമൂഹത്തിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്.
നമ്മളിപ്പോ ഭഗവത്ഗീത പഠിക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വാമി വൈകുന്നേരങ്ങളിൽ ഫ്രീ ആണേ, വേറെ പരിപാടിയൊന്നും ഇല്ലേ? ഇല്ല. ഒന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തണം, 2 പേർക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അത് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലോ വളരെ നല്ല കാര്യമാണ്. ഇതൊരു ഹൈബ്രിഡ് മോഡാണ്. ഇവിടെ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഈ 3 പേരെ വരത്തുള്ളൂ, ഇവിടെ മാത്രമാണെങ്കിൽ. ഓൺലൈൻ ആണെങ്കിലോ എനിക്ക് ഈ 3 പേരെ കിട്ടത്തില്ല, എനിക്ക് ഇവരെ കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. ഇത് ആലോചിച്ചു. ഈ ഹൈബ്രിഡ് മോഡിൽ ഇപ്പൊ ഞാൻ തുടങ്ങിയൊന്നുമല്ല, ഇത് വേറെ പല ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ കാര്യം. ഇതൊരു രീതിയാണ്. ഇതേ കണക്ക് നമുക്ക് എത്ര 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 കാര്യങ്ങൾ നമ്മുടെ അറിവിനെ, നമ്മുടെ കഴിവിനെ ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റും. നമ്മൾ ഇന്നോവേറ്റീവ് ആണോ എന്നുള്ളതൊരു വലിയ ചോദ്യം. അർജുനൻ കൃത്യമായിരുന്നു, കിട്ടിയതിനെ കൃത്യമായിട്ട്. ഇപ്പൊ ഞാനൊരു ഭജന പരിപാടി കഴിഞ്ഞിട്ട് വരിക. ഓക്കെ, ഭജന പരിപാടി കഴിഞ്ഞിട്ട് വരിക. അതിൻ്റെ അകത്ത് വളരെ രസകരമായിട്ട് കുട്ടികളും മൃദംഗം വായിക്കുന്നുണ്ട്. അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ചില ആൾക്കാരുണ്ട് ഗംഭീരമായിട്ട് മൃദംഗമൊക്കെ പഠിക്കും. പക്ഷെ എന്തുപറ്റി വെച്ചാൽ ഏത് പാട്ട് വായിച്ചാലും അവർ ഒരേ സാധനം വായിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ കേൾക്കാൻ ഒരു രസം കാണില്ല. വേറെ ചില പിള്ളേരുണ്ട് അധികം ഒന്നും പഠിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ഉള്ളത് കൃത്യ മനോധർമ്മത്തിൽ പേരട്ടി കുത്തി അവന്മാർ കൃത്യമായിട്ട് വായിച്ചിരിക്കും. അങ്ങനെയല്ലേ ചില ആൾക്കാരുണ്ട് അങ്ങനെ. ഒരു ഭയങ്കരമായിട്ട് ടെക്നിക്കലി ഇതിനെപ്പറ്റിയൊക്കെ അറിയാം, കൃത്യം താളം അറിയാം, അതിനെല്ലാ സാധനമൊക്കെ വായിക്കും. പക്ഷെ ഒരു കൺസേർട്ട് വരുന്ന സമയത്തോ ഒരു ഭജന വരുന്ന സമയത്തോ ഒരേ താളത്തിൽ ഡണ്ടുണ്ടെന്ന് പറഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കും. മറ്റേ ആൾക്കാർ വളരെ കുറച്ചേ പഠിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ, ഉള്ളതിനെ അവൻ നന്നായിട്ട് പോലിപ്പിച്ചു. നമുക്ക് ഈ ഒരു കഴിവുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറൊരു കഥയുണ്ട്, അർജുനന്റെ സ്മാർട്ട്നെസ്. നമ്മൾ വെറുതെ ഗുഡായാൽ മാത്രം പോരാ, സ്മാർട്ട് ആകണം. അതെല്ലാരും പറയുന്ന കാര്യമല്ലേ. ഞാൻ ഗുഡായാൽ മാത്രം പോരാ, ഞാൻ സ്മാർട്ട് ആകണം. അർജുനെ വെള്ളം കോരാൻ വിടുന്ന നല്ല രസകരമായിട്ടുള്ള കഥയായിരിക്കും. എന്ന് വെച്ചാൽ ദ്രോണാചാര്യർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ക്ലാസ് തുടങ്ങുന്നു. ഒരാൾ വന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ വെള്ളം കോരാൻ വേണ്ടി പോകും. അപ്പം സ്വന്തം മോനോട് ഈ ഇദ്ദേഹത്തിന് ഇത്തിരി അടുപ്പം കൂടുതലാണ്, അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അതുകൊണ്ട് എന്താ, മോന് ചെറിയ കുട കൊടുത്തിട്ടേക്കുന്നത്, അശുദ്ധമാണ്. അത് കാരണം ഇവന് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും കുട വെള്ളം നിറച്ചിട്ട്. അർജുൻ ഇത് മനസ്സിലാക്കി. അർജുൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നദി വരെ പോകാതെ പഠിച്ച ഈ വരുണാസ്ത്രം കൊണ്ട് കുടം നിറച്ചു എന്നാണ് കഥ. അപ്പൊ മുഴുവൻ പോകണ്ട. അപ്പൊ അർജുൻ എല്ലാ ദിവസവും ആദ്യം ക്ലാസ്സിൽ വരും. ഒരാൾ ക്ലാസ്സിൽ വന്നാൽ ദ്രോണർ പഠിപ്പിക്കാനും തുടങ്ങും. നമ്മൾ സ്മാർട്ടാണോ നമ്മുടെ കാര്യങ്ങളിൽ എന്നുള്ളത് വളരെ ചോദ്യം. അത് വളരെ വളരെ ആവശ്യമാണ്. നമ്മളെ ആരാണ്ടോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, എന്താണ്, ഡോണ്ട് ട്രൈ ടു ബി ഓവർ സ്മാർട്ട് എന്നല്ല. അതെ, ഓവർ സ്മാർട്ട് ആകാൻ പാടില്ല, അതൊക്കെ സംബന്ധിച്ച്. അല്ലെങ്കിൽ വേറൊരു സാധനം ഇല്ലേ, ഒരു ചോദ്യം ചോദിക്കട്ടെ ചെറുതായിട്ട്. ആൾക്കാരെ ഇംപ്രസ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ? ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ആണോ അല്ലയോ? ചില ആൾക്കാർ ഡോണ്ട് ട്രൈ ടു ഇംപ്രസ് എന്നല്ല പറയാറ്. നീ ഉണ്ടല്ലോ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം. അല്ല, പെൺപിള്ളേരോട് പ്രത്യേകം പറയുന്നത് അങ്ങനല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു ഷുഡ് ഇംപ്രസ് അതേഴ്സ്. ബിക്കോസ് അപ്പോഴേ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് എന്നെ പൊസിഷൻ ചെയ്ത് ബാക്കിയുള്ളവർക്ക് കാണിച്ചാൽ, ലജ്ജയോടുകൂടി കാണിക്കണേ, ഞാൻ ഇവിടെ ഭയങ്കര സംഭവമാണ്, സൂപ്പറാണ് എന്ന് പറഞ്ഞ് കാണിക്കാനല്ല. പക്ഷെ എനിക്കുള്ള കഴിവിനെ ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഈ കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചാല് വേറെ ആൾക്കാർക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി തരാൻ പറ്റും. നമ്മൾ നമ്മുടെ കുട്ടികളിൽ സ്ഥിരം കാണുന്ന ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആൾക്കാരോട്, നിങ്ങൾ എത്ര പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ഒരു ഭജന പാടാവോ എന്ന് ചോദിച്ചു. ഞാൻ പാടത്തില്ല എന്ന് പറഞ്ഞിരിക്കും. അതോ ഏറ്റവും നന്നായിട്ട് പാടുന്ന കൊച്ചാണെങ്കിൽ അപ്പൊ ഇരുന്ന് ചുമക്കാൻ തുടങ്ങും, തൊണ്ടവയ്യ. ഇത് സ്ഥിരം ഇരുന്ന് പാടുന്ന മതി. പക്ഷെ നമ്മളൊക്കെ നിർബന്ധിച്ചാലേ നമ്മൾ ചെയ്യും. ചില വീട്ടിൽ കണ്ടില്ലേ, ആഹാരം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കേട്ടോ എന്ന് പറയും. ഇവര് മനസ്സിൽ പറയുന്ന എന്തൊക്കെ പറയുന്ന ഒന്നുകൂടെ വിളിക്കുന്നതായിരിക്കും. അങ്ങനല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ആയാലും. അതേപോലെ ഇവിടെ സ്മാർട്ട്നെസിന്റെ അതൊരു കാര്യമാണ്, ഞാൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ഷോക്കേസ് ചെയ്യണം. ഞാൻ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാവോ? വേറെ ആൾക്കാരിലേക്ക് ഇത് പോകും. നമ്മളിവിടെ അസൂയ, കുശുമ്പ്, കോമ്പറ്റീഷൻ ഇത്യാദി കാര്യങ്ങളെ പറ്റി അല്ല പറയുന്നത്. ഞാൻ എൻ്റെ ഒരു കഴിവിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതിനെ പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൂജ്യ ഗുരുദേവൻ ഇത് ഓർത്തോണം. ഞാൻ ഈ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ ചില സ്ഥലങ്ങളിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് വരും. എന്താണെന്നറിയോ?
പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജി പാപത്തിനെ ഡിഫൈൻ ചെയ്യും. പാപം എന്താ പറയുക സ്വാമിജി പാപത്തിനെ പറയുക? പാപത്തിനെ ഗുരുദേവൻ പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമ്മൾ ഉയരാത്തതാണ് പാപം. എന്താണ് പാപം? എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ഉയരാതിരിക്കുന്നതാണ് പാപം. നമ്മളെല്ലാവരും നമ്മുടെ കഴിവിനനുസരിച്ച് ഉയരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ സ്മാർട്ടായിരിക്കണം അർജുനനെ പോലെ. അത് മാത്രമല്ല, നമുക്ക് ആ എൻഡ്യൂറൻസിന്റെ ക്വാളിറ്റി ഉണ്ടോ? എല്ലാത്തിനെയും സഹിക്കാനുള്ള കഴിവ്. അയ്യോ കയ്യേൽ ഇങ്ങനെ ഒരു മുള്ളു കൊണ്ട, അയ്യോ മുള്ളുകൊണ്ട് ഇതായിരിക്കും നമ്മളല്ലേ. അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു പാശുപതാസ്ത്രം മേടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അദ്ദേഹം അറിയാം. അതിനു വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പരമശിവൻ നേരിട്ട് വന്ന് അർജുനനോട് യുദ്ധം ചെയ്തു. ഓടിച്ചിട്ട് തോപ്പിക്കും അർജുനനെ. പക്ഷെ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യും. എന്നിട്ടോ ഏറ്റവും അവസാനം ഭഗവാനിൽ സറണ്ടർ ചെയ്യും. അപ്പോഴാണ് കിട്ടുക. പക്ഷെ അതുവരെ നമുക്ക് അവസാനം വരെ പണിയെടുക്കാനുള്ള ആ ഒരു ധൃതി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ധൃതിയല്ല, പിന്നെന്താണ് ധൃതി, ഫോർട്ടിറ്റ്യൂഡ്, അത് നമുക്കുണ്ടോ എന്ന് ചോദിച്ചു. ഇതൊക്കെ ഭഗവത്ഗീതയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങളാണ്. ഇതൊക്കെ അർജുനുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് പാവം അർജുനന് പിടച്ചു വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഉണ്ട് അർജുനന്, ഇതൊക്കെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, അർജുനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ബെസ്റ്റ് ഓഫ് ഹിസ് ടൈംസ്. അദ്ദേഹത്തിന്റെ സമയത്തെ ഏറ്റവും മികച്ച ആളാണ്. മഹാഭാരതത്തിലെ 10 പേരെ പറ്റി പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ 5 പേരിൽ ഒരെണ്ണം അർജുനൻ വരത്തില്ലേ? ഈ 5000 വർഷത്തിന് ശേഷവും ഈ തേർത്തട്ടിൽ തളർന്നിരുന്നിട്ട് ഇത്രയും നോട്ടീസ് അടിച്ചിട്ട് പോലും ഈ 5 പേരിൽ ഒരാൾ വരത്തില്ല അർജുനൻ. എല്ലാരും പറയും തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനൻ എന്ന് പറഞ്ഞിട്ട് പോലും ആ മഹാഭാരതത്തിലെ കഥാപാത്രത്തിനെ പറ്റി പറയുമ്പോ ശ്രീകൃഷ്ണന്റെ കൂടെ ഒപ്പത്തിനൊപ്പം ചില ആൾക്കാർ അർജുനനിലായിരിക്കും തുടങ്ങുന്നത്. ആണല്ലോ ബെസ്റ്റ് ഓഫ് ഹിസ് ടൈംസ്. അന്നത്തെ കാലത്ത് അങ്ങനെ. അതായത് ദ്രൗപദി ഉണ്ടായ കഥ അറിയാലോ. എങ്ങനെ ദ്രൗപദി ഉണ്ടായത്? യജ്ഞത്തിൽ നിന്നാണ് ഉണ്ടായത്. യജ്ഞസേനിയായിരുന്നു ദ്രൗപദി. എന്തിനാ യജ്ഞം നടത്തിയത്? ഒന്ന് ദ്രുപദനെ അർജുനനും കൂട്ടരും തോപ്പിച്ചു. ദ്രോണരുടെ മുമ്പിൽ കൊണ്ടുവന്നു. ദ്രോണരെ അപമാനിച്ചു വിട്ടതായിട്ട് ദ്രുപദന് ഒരു വിഷമം ഉണ്ടായി. ദ്രോണരെ വധിക്കാനുള്ള ഒരു മകനെയും തന്നെ തോൽപ്പിച്ച അർജുനന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മകളെ ഉണ്ടാക്കിയെന്നോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓടിച്ചിട്ട് തോപ്പിച്ച ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മകളെ യജ്ഞത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ തോൽപ്പിച്ച ആളുടെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കി. അതായിരുന്നു അർജുനൻ. ബെസ്റ്റ് ആയിരുന്നു. നമ്മുടെ സംഘടനയിൽ ഒരു പ്രൊജക്ട്, ഒരു വർക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് എന്നെ എത്രാമതായിട്ടായിരിക്കും അതിന്റെ മേളിലിരിക്കുന്ന ആൾക്കാർ ആലോചിക്കുന്നത് നമ്മൾ നോക്കാം. മനസ്സിലായില്ലേ? ഈ ഒരു വർക്ക് വരുന്നുണ്ട്, ഓക്കെ, ഒരു പരിപാടി നടത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂളിന്റെ ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ, അതല്ലെങ്കിൽ എൻ്റെ ഓഫീസിന്റെ ഒരു സംഭവം വരുന്നുണ്ട്, ആർക്കൊക്കെ ഇതിന്റെ ഉത്തരവാദിത്തം കൊടുക്കണം എന്നിങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് നമ്മുടെ അവൈലബിലിറ്റി ഉണ്ട്, രണ്ട് അവന്റെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് ചിന്തിക്കുന്നതിന് പകരം ആദ്യത്തെ ഒരു 5 പേരിൽ നമ്മുടെ പേര് വരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ സ്വാമി, നിങ്ങൾക്ക് അതൊക്കെ പറയാം, ഞങ്ങൾ എങ്ങനെ ഉള്ള പണി തീർത്തിട്ട് വീട്ടിൽ പോകാന്ന് നോക്കിയിരിക്കുന്ന നമ്മളോട് ഇല്ല. അപ്പോഴാണ് നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് വരുന്നത്. നമ്മള് കാണപ്പെടണം. മനസ്സിലായില്ലേ? നിങ്ങൾ ചില സമയത്ത് സ്പിരിച്വൽ ക്വാളിറ്റീസ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടോണ്ടിരുന്ന പലതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കാര്യത്തിനെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മളെ ആൾക്കാർ തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഏത് സമയം മേക്കപ്പ് ഇട്ട് നടക്കണം എന്നുള്ള ആ രീതിയിലുള്ള തിരിച്ചറിയലിനെ പറ്റി അല്ല ഞാൻ പറയാം. നമ്മുടെ വർക്ക് സംസാരിക്കണം നമുക്ക് വേണ്ടിയിട്ട്. നമ്മള് സമയത്തെ ബെസ്റ്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ സമയത്തെങ്കിലും നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം. ഇപ്പൊ നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, സച്ചിനാണോ കോഹ്ലിയാണോ മികച്ച ബാറ്റ്സ്മാൻ, വിരാട് കോഹ്ലിയാണോ സച്ചിനാണോ? കുറെ ആൾക്കാർ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് വരും. കണ്ടോ, വിരാട് കോഹ്ലി ഇത്ര മാച്ചസിൽ നിന്ന് 49 സെഞ്ചുറി അടിച്ചു, സച്ചിൻ ഇത്രയും കാലം കൊണ്ട് 49 ആയുള്ളൂ, പക്ഷെ വിരാട് കോഹ്ലി ഇതുവരെ 77 ഇന്റർനാഷണൽ ക്രിക്കറ്റ് അടിച്ചിട്ടുള്ളൂ, ടെസ്റ്റിൽ കുറവ്. അത് പോട്ടെ, അത് നമ്മൾ പിടിക്കുന്നില്ല, നമ്മൾ സച്ചിൻ ഫാൻ, അത് പോട്ടെ. എങ്കിൽ കൂടെയും ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ പേരിലായിരിക്കും.
പക്ഷെ അവസാനം അവിടെ ഇവിടെ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ മറ്റേ ബാലൻസിങ് നടത്തുന്ന ആൾക്കാർ പറയുമല്ലോ, സച്ചിന്റെ കാലത്ത് സച്ചിനായിരുന്നു ബെസ്റ്റ്, വിരാടിന്റെ കാലത്ത് വിരാടാണ് ബെസ്റ്റ്. അത്രയെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വില്ലാളി വീരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അർജുനെ പറയും, ആണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടില് സ്പോർട്സിന് അർജുന അവാർഡ് കൊടുക്കുന്നത്. ഇത് കുറെ കഥകളുണ്ട് ഇത് കണക്ക്. അതായത് വിരാടന് തന്റെ മകളെ കൊണ്ട് അർജുനെ കഴിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അർജുനൻ പറഞ്ഞ് എന്റെ മോളെ പോലെ ആയിരുന്നു, ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് പിന്നെ അഭിമന്യുവിന് ഉത്തര കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. പോട്ടെ, നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? ഒരു വിദ്യാർത്ഥി, ഭഗവത്ഗീതയുടെ വിദ്യാർത്ഥി, പലപ്പോഴും നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ചിന്തയുണ്ട്, എന്താ പഠിക്കുന്ന, ഭഗവത്ഗീത പഠിക്കാൻ പോകും, വല്ല കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും, വല്ല കാര്യമുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ പഠിക്കണ്ടേ. ആ ഒരു ആസ്പിറേഷൻ ഉള്ള ആൾക്കാർ വേണം ഇതിന് വരാൻ. മനസ്സിലല്ലേ? എനിക്ക് അതിന് വേണം, ഈ നേടണം എന്നുള്ള ആൾക്കാർ വേണം വരാൻ ഭഗവത്ഗീതയുടെ വിദ്യാർത്ഥിയായിട്ട്. എന്നിട്ടോ ഇതൊക്കെ നേടിയിട്ട് ഇതൊക്കെ ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേച്ചു പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തും. അതാണ് എൻ്റെ കാര്യം. ഇനിയോ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം ഇതാണ്. അർജുനന്റെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആർജവത്വാദ അർജുൻ. എന്താണ്? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വാ നേരെ പോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്നറിയോ? അർജുനന്റെ ഈ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് അർജുനനെ സ്വന്തം കൂട്ടുകാരനെയാണ് ഗുരുവാക്കിയത്. നമ്മൾ എത്ര പേര് നമ്മുടെ കൂട്ടുകാരെ, കൂടെ കളിച്ച് നടന്നവനെ നമ്മുടെ ഗുരുവായിട്ട് അംഗീകരിക്കും? വേറൊരു സമയത്തല്ല, ഈ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ സമയത്ത് കൂട്ടുകാർ പറയാൻ നമ്മൾ കേൾക്കുവോ, അതോ വേറെ ആരെങ്കിലും മഹാത്മാക്കളെ? ഇവിടെ കന്നാലി ചെറുക്കൻ എന്ന് വിളിച്ച് കളിയാക്കുന്ന ആ ശ്രീകൃഷ്ണൻ പറയുന്നത് കേട്ട് ശ്രീകൃഷ്ണന് ഫുള്ളി സറണ്ടർ ആവാൻ അർജുനൻ തയ്യാറായി. ആ അവൈലബിലിറ്റി നമ്മളൊക്കെ വളരെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നല്ലത് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കും, അത് കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും. നമ്മൾ പറയാറില്ലേ? നമ്മൾ പറയുന്ന കേട്ടിട്ടെങ്കിലും ഇല്ലേ നമ്മൾ ഇത് ജീവിക്കാറുണ്ടോ? അതാണ് ചോദ്യം. അതായത് ഞാനും പറയാറുണ്ട്, കൊച്ചു പിള്ളേർ പറയുന്നത് പോലും ഞാൻ കേൾക്കും. ഓക്കെ, അതിനെ ഞാൻ ശ്രമിക്കും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നല്ല ഞാൻ പറയും. പക്ഷെ സത്യത്തില് ഞാൻ ജീവിക്കാറുണ്ടോ? ഇല്ല. ആ സമയത്ത് എൻ്റെ ഈഗോ വർക്ക് ചെയ്യും. അവൻ ആരാണ് എന്നോട് പറയാനെന്നുള്ളതൊന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തൊക്കെ ചേട്ടൻ ചെയ്തത് തെറ്റാ എന്ന് പറയുന്ന ഉദാഹരണം പറഞ്ഞ് ഇപ്പൊ മെട്രോയിൽ കയറിയിട്ട് വരിക. ഈ മെട്രോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. മറ്റേ ആ ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിന ഈ കാർഡ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തുറക്കൂല. ഒരു ഇത്തിരി ഒന്ന് അകത്തി പിടിക്കണം. ഇപ്പം സ്ഥിരം പോകാത്ത ആൾക്കാരെന്ത് ചെയ്യും? ഇതേൽ ഇങ്ങനെ മുട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴത്തേക്കും വേറൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ചേട്ടാ ഇങ്ങനെ മുട്ടിക്കണ്ട, ഒന്ന് അകത്തി പിടിച്ച് നോക്കിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോണ്ട് എന്താ അറിയാം എന്നായിരിക്കും. കാര്യം വെച്ചാൽ ഇതിനു മുമ്പ് ഇയാൾ പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇയാൾക്ക് അപ്പം എന്തോ ഭാഗ്യത്തിനായിരിക്കും തുറന്നത്. ഇതിങ്ങനെ നമ്മൾ ആ QR കോഡിന്റെ സാധനം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തുറക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് അകത്തി കഴിയുമ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തും, അപ്പോഴായിരിക്കും തുറക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നോക്കണം. ഇത് ആരെങ്കിലും ഒന്ന് പറയാൻ അറിയാം കേട്ടാ എന്ന് പറഞ്ഞു പോകുന്ന അവള്. ഇതേപോലെ എത്ര കാര്യങ്ങൾ അറിയാം കേട്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. ഇവിടെ സ്വന്തം കൂട്ടുകാരനെ തന്റെ ഗുരുവായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നത്, അയാളുടെ മുമ്പിൽ ഫുള്ളി സറണ്ടർ ആകാൻ പറ്റുന്നത് മനസ്സിന്റെ നേർമയാണ്, നേരാണ്. ഇത് നമുക്കുണ്ടോ? എല്ലാവരുടെ മുമ്പിലും നമ്മൾ പോയി താഴെ തുടങ്ങണമല്ല, കൃത്യമായിട്ടുള്ള ആളെ അംഗീകരിക്കാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, എത്ര ചെറിയവനാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കുമെന്ന്. അത് ഞാൻ സത്യത്തിൽ ജീവിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. നമ്മൾ പറയാം, എത്ര ചെറിയവനാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഞാൻ കേൾക്കും എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ, അഭിമാന പുരസരം പറയാറുണ്ടെങ്കിൽ, അത് നമ്മൾ ജീവിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ അർജുനന്റെ ഗുണമായിരുന്നു. ഭഗവത്ഗീത പിന്നെ കിട്ടാൻ വേറൊരു കാര്യങ്ങളുണ്ട്. എന്തായിരുന്നു അറിയോ? അർജുനൻ ഇതേ സമയം കൺഫ്യൂസ്ഡ് ഉണ്ട്. അത് ഞങ്ങള് ശരിയാണ് സമയം. എന്താ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്? എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എല്ലാം നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരും. ആ ലാസ്റ്റ് മൊമെന്റ് വരുമ്പോഴത്തേക്കും നമ്മൾ തടൂല.
എന്തെങ്കിലും കാര്യം. അല്ലെങ്കിലോ ഒരു കോംപ്ലക്സ് നമുക്ക് തന്നെ അടിക്കും. എന്താണ് എന്നോട് മാത്രം ഇങ്ങനെ ഈ ഒരു ലൈൻ ഉണ്ട് ഇല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇതെന്താ എല്ലാം കൂടെ എല്ലാ പ്രശ്നവും കൂടെ വള്ളി പിടിച്ച് എന്റെ നേരെ വരുന്ന എന്താ? അങ്ങനെ നമ്മൾ ചില സമയത്ത് ആലോചിക്കും. കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് കറങ്ങി അടിച്ച് നമ്മുടെ തലയിൽ വരും. ഈ ഒരു ചിന്ത അർജുനുണ്ട്. ഓക്കെ, അതല്ലെങ്കിലോ പ്രോബ്ലത്തിനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആ സിറ്റുവേഷനെ അർജുനന് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി. എന്നിട്ട് എന്ത് പറ്റി? അർജുനൻ ശരീരം തളർന്നു, മനസ്സ് ഭ്രമിച്ച് എന്താണ് ബുദ്ധിയും മരവിച്ചു. നമുക്ക് എപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടോ അങ്ങനെ? എൻ്റെ ഒരു കൂട്ടുകാരി കൂടെ പഠിച്ചാണ്. ഇവര് കാർ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി, വലിയ വണ്ടി, പാണ്ടിരോറ് കണക്കുന്ന ഒരു വണ്ടി വന്ന സമയത്ത് പേടിച്ചിട്ട് കണ്ണു പൊത്തി. കാർ ഓടിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളങ്ങനെ കാർ ഓടിക്കാൻ പൊത്തത്തില്ലായിരിക്കും, പക്ഷെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിയാൻ മേലാതെ കണ്ണു പൊത്തിയിട്ടുണ്ടോ? ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ കൈ പറിച്ച് നമ്മൾ സ്തബ്ധരായി പോകും ചില സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള നമുക്കുള്ള എന്താണ് ആ ഒരു ഉപദേശമാണ് ഭഗവത്ഗീത. ഇനിയോ എന്ത് ചെയ്യണം എന്നറിയില്ല. അർജുനന് പറ്റിപ്പോയത് ഒന്ന് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നറിയില്ല. അതിനേക്കാളും കൂടി ആ പർപ്പസും കോണ്ടെക്സ്റ്റും മിസ്ഡായി. പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ വന്നത് എന്നുള്ള അറിയാൻ മറന്നുപോയി. നമ്മൾ അത് കാണുമ്പോൾ ആ സമയം വരുമ്പോൾ നമ്മൾ കാണും എന്തിനാണ് യുദ്ധം ചെയ്യാൻ വന്നത്, എന്തിനാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ വന്നത്? കൗരവരെ തോൽപ്പിക്കാനാണെന്ന് നമ്മൾ പറയും. അല്ല, അധർമ്മത്തിനെ തോൽപ്പിക്കാനാണ്. ഈ കോണ്ടെക്സ്റ്റ് അർജുനൻ മിസ്സാക്കി. എന്നിട്ട് എന്ത് പറ്റി? ഞാൻ കൗരവരെ തോൽപ്പിക്കാൻ വന്നത്. അതെ, ഫസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. എന്നിട്ട് പറഞ്ഞു ഈ കൗരവരെന്ന് പറയുന്നത് എന്റെ ബന്ധുജനങ്ങളല്ലേ, അപ്പൊ ബന്ധുജനങ്ങളെ യുദ്ധത്തിൽ വധിക്കുന്നത് തെറ്റല്ലേ? ഈ രീതിയിൽ പിടിച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ കണക്ഷൻ കൊണ്ടുപോയി. പർപ്പസ് മാറി, കോണ്ടെക്സ്റ്റ് മാറി. ഓക്കെ, സെൽഫ് ഡൗട്ട് ഉണ്ടാക്കി. നമ്മളും അർജുനെ പോലാണ്. എന്ത് കൺഫ്യൂഷൻ മാത്രമല്ല, ആവശ്യത്തിന് പ്രൊഫിഷ്യൻസി നമുക്കുണ്ട്, പക്ഷേ അവസാനം വരുന്ന സമയത്ത് നമ്മൾ മെസ്സപ്പ്. ഇത് ഒരു പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്, അവിടെ നമ്മുടെ വളർച്ച. അതായത് ചിന്മയാനന്ദ സ്വാമി ഒരിക്കൽ പറയും, ഐ ഡോണ്ട് നോ എനിത്തിങ്, ദാറ്റ് ഈസ് വിസ്ഡം. ഗുരുദേവൻ തന്നെ പറയും, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരറിവും ഒരറിവാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? എനിക്കൊന്നും അറിയില്ല, എനിക്കറിയില്ല എന്നുള്ള അറിവും ഒരറിവാണ്. ചിലപ്പോ ഏറ്റവും വലിയ അറിവ്. ചില കാര്യങ്ങൾ ചെയ്യാവോ പിന്നെ ചെയ്തോളാം, നമുക്കറിയത്തില്ല ഇത് ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റാത്തതാണോ. അപ്പം എനിക്ക് ചില കാര്യങ്ങൾ അറിയില്ല എന്നുള്ള അറിവും ആ ബോധ്യവും ഒരാൾ അർജുനന് അത് ഇടയ്ക്ക് കിട്ടി. ഇനിയോ രണ്ടാമത്തെ പോയിന്റ്, നമ്മള് ആരാണിത് പഠിപ്പിക്കുന്നതെന്നാണ്. ആരാ പഠിപ്പിക്കുന്നത്? ശ്രീകൃഷ്ണനാണ് പഠിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണൻ കൃത്യമായിട്ട് ഭഗവത്ഗീത ഉപദേശിക്കുന്നുണ്ട്. എന്റെ ഫോണൊക്കെ എന്താ പറയാ, ഫോൺ ചോദിച്ചേ, അതിൻ്റെ അകത്താണ് ഞാൻ ആ നോട്ട് എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിലുണ്ട്, അതിൽ കുറച്ചു. അപ്പൊ അതൊന്ന് നോക്കാലോ എന്ന് വെച്ചിട്ടാണ്. ശരി, ഒന്ന്, ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ജീവിതത്തിന്റെ 2 തലങ്ങളും കണ്ടിട്ടുള്ള ആളാണ്. എന്താ? ഏറ്റവും ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. അതേപോലെ ഏറ്റവും എന്താണ് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ആ ഒരു ലൈഫും നടത്തിയിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ കന്നാലി ചെക്കനായിട്ടും വളർന്നിട്ടുണ്ട്, അതേപോലെ രാജകുമാരനായിട്ടും വളർന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് എളുപ്പമാണ് എന്ത് ഉള്ളതെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. പക്ഷെ അവരെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വെയിറ്റർ വരുമ്പോൾ സാറേ എന്താ ഈ ഒരു, ചില ആൾക്കാർക്ക് അതിനെ ഡൈജസ്റ്റ് ചെയ്യാനോ എടുക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ ഈഗോയെ ചിലപ്പോൾ ഹർട്ട് ചെയ്ത്.
കണ്ടിട്ടില്ലേ ചില ആൾക്കാർ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്നാ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അവര് നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, ഇതെല്ലാം ഭയങ്കര പ്രശ്നമാവും. ഒരാളോടൊരു സംശയം ചോദിക്കാൻ പേടി. കണ്ടുകൊണ്ടിരിക്കും ചില ആൾക്കാരൊക്കെ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഈവൻ മെട്രോയിലും പോലും. ഇവിടെ ഭഗവാൻ രണ്ട് തലത്തിലും ഏറ്റവും ലക്ഷറിയിലും ജീവിച്ചിട്ടുണ്ട്, അതല്ലാതെ എന്താണ് ഏറ്റവും താഴെയും ഭഗവാൻ നിന്നിട്ടുണ്ട്. ഭഗവാന് പ്രോപ്പർ അക്കാഡമിക്സ് ഉണ്ടായിരുന്നു, പ്രോപ്പർ അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിരുന്നു ഭഗവാൻ. അതേസമയം ഭഗവാൻ എന്താണ് സ്ട്രീറ്റ് സ്മാർട്ട് ആയിരുന്നു. സ്ട്രീറ്റ് സ്മാർട്ട്, അതായത് എന്ത് നേടണം നമ്മൾ തെരുവില് നേടാനുള്ള കഴിവുണ്ടായിരുന്നു. ചില ആൾക്കാരുണ്ട് അവർക്ക് സ്ട്രീറ്റ് സ്മാർട്ട്സ്, പക്ഷെ അവർക്കൊരു അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല. എന്തോ ഒരു നേടും, പക്ഷെ അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി ഇത്യാദി കാര്യങ്ങൾ കാണത്തില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ അങ്ങനല്ല, രണ്ടിന്റെയും ബ്ലെൻഡാ. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. അതായത് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജ്ഞാനം ഉണ്ട്, അതേപോലെ ഇതിനെ ഗംഭീരമായിട്ട് ഇടപഴകാനുള്ള നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ എന്താണ് ഈ പറയത്തില്ലേ, വേണമെങ്കിൽ എനിക്ക് മുണ്ട് മടക്കി കുത്താനും അറിയാം എന്ന് പറയുന്ന ഒരു ലൈൻ. ചില ആൾക്കാർക്ക് ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇവരങ്ങനെയല്ല. ഭഗവാനെ കണ്ടിട്ടില്ല, ഭഗവാന്റെ ജീവിതത്തിലെ കഥകളൊക്കെ ആലോചിച്ച് നോക്കി. നേടേണ്ടത് അങ്ങേർക്ക് നേടേണ്ട രീതി ഏതാണെന്ന് അറിഞ്ഞ് അതുവഴി നേടിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ഉപദേശിക്കുന്നത്. അയാൾക്കപ്പോൾ എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് മെന്റർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ സാധാരണ നമ്മൾ ഭഗവാനെ പറ്റി പരമാത്മാവാണെന്നുള്ള ലൈനിലല്ല നമ്മൾ ഈ പറയുന്നത്, നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭഗവാൻ ഏറ്റവും ഹൈ ക്ലാസ് ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ലോക്കൽ ആൾക്കാരുടെ കൂടെയും പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പൾസ് അറിയാവുന്ന നമ്മളൊക്കെ വർക്ക് ചെയ്തോണം. ഇപ്പൊ ഞാനൊരു ടീം ലീഡർ ആണെങ്കിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം, ഒരു കമ്പാറ്റബിലിറ്റി വേണം. ചില ആൾക്കാർക്ക് വളരെ എളുപ്പമാണ് എന്താ ഹൈ ക്ലാസ് ആൾക്കാരോട് ഇടപെടാൻ. വേറെ ചില ആൾക്കാര് നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ലോ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരോട് ഇടപെടാൻ എളുപ്പമാണ്. അങ്ങനല്ല, നമ്മൾ എല്ലാരെയും ഒരേപോലെ ചേർത്ത് പിടിക്കാൻ പറ്റും. അത് കൊച്ചുകുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, അങ്ങനല്ല. സാമ്പത്തികമായിട്ടുള്ളവരായിക്കോട്ടെ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരായിക്കോട്ടെ, അതുമല്ല കൾച്ചറലി സൂപ്പർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ഏറ്റവും ഈ പറഞ്ഞ കണക്ക് താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരെയും ഒരേപോലെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം ഭഗവാന് അത് കൃത്യമായിട്ട് പറ്റുമായിരുന്നു. ഫിസിക്കലി ഭഗവാനെ തളർത്താൻ പറ്റില്ല. കാര്യം എന്നാ, ഭഗവാൻ ഗ്രാമത്തില് മഴയത്തും വെയിലത്തും പാടത്തും പറമ്പത്തും ഓടി വളർന്ന ഭഗവാൻ പട്ടുമത്തയിലും ശയിക്കാൻ. ചില ആൾക്കാരുണ്ട് പട്ടുമത്ത കൊടുത്താൽ കിടക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്കിത് ശീലമില്ല, മെത്ത മാറ്റണം, അങ്ങനെ പറയും. ചില ആൾക്കാർക്ക് പട്ടുമത്ത AC ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇനിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളെ ആരെങ്കിലും ഒരാൾ കള്ള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ഞാൻ ഇവിടെ ഗൂഗിൾ മീറ്റിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ 3 പേര് ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങളെ ഇപ്പൊ ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും നിങ്ങളൊക്കെ എന്ത് കള്ളന്മാരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ? ഇപ്പം ഫീൽ ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ് വിളിക്കുന്നതെങ്കിലോ നമുക്ക് ഹർട്ട് ചെയ്യോ? ഇവിടെ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കള്ളരാന്ന് പറഞ്ഞോണ്ട് നടക്കുക. അതും ഏതൊക്കെ രീതിയിലാ? ഒന്ന് വാത്സല്യത്തോടെ കള്ളാ എന്ന് വിളിച്ചിട്ടുണ്ട്, ആ കള്ളനല്ല. പിന്നെയോ സെമന്തകൻ കട്ടവനാണെന്നുള്ള രീതിയിൽ കള്ളനാണെന്ന് പറഞ്ഞിട്ട്, തെമ്മാടിയാണെന്ന് പറഞ്ഞിട്ട് ആലോചിക്കും. എല്ലാത്തിനും ഒരു പുഞ്ചിരി കൊണ്ട് നീങ്ങി. അതേ സമയത്ത് കള്ളനാണ് എന്ന് വിളിച്ച അതേ സമയത്ത് നാട്ടിലെ ബോധമുള്ള ആൾക്കാരെല്ലാരും കൂടെ ഏറ്റവും മികച്ച ആളാണെന്ന് പറഞ്ഞിട്ട് യജ്ഞത്തിന്റെ അധിപതിയായിട്ട് പൂജാർഹനാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് ഒരേ സമയത്ത്. അതേ സമയത്ത് വേറെ സ്വന്തം ബന്ധുക്കൾ വന്നിട്ട് താൻ കള്ളനാണെന്ന് പറഞ്ഞ് ചീത്തയും വിളിച്ചിട്ടുണ്ട്. ഈ ഒരു ബാലൻസിങ് നമുക്ക് പറ്റുമോ? ഞാൻ നിങ്ങളെ എന്താണ് മാലയിട്ട് സ്വീകരിച്ചു, ചായ കൊണ്ട് തന്നു ഇന്ന്. നാളെ ഞാൻ നിങ്ങളെ ഇവിടെ വരുമ്പോ മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ മറ്റന്നാൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ തോന്നുമോ എന്നുള്ളതാണ് ചോദ്യം. തോന്നണം എന്നാണ് ഭഗവാൻ പഠിപ്പിക്കുക, അയാളുടെ ജീവിതത്തിൽ കൂടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അത് ചോദ്യം. ഈ ഒരു ഇമോഷണലി ആയിക്കോട്ടെ ഇന്റലക്ച്വലി ആയിക്കോട്ടെ. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഭഗവാൻ ജീവിതത്തില് യുദ്ധങ്ങളിൽ പങ്കെടുത്തു, യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. കംസൻ ഇത്യാദി ആൾക്കാരെ കുഞ്ഞായിരുന്നപ്പോഴേ കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്.
അതേ സമയത്ത് ജരാസന്ധനിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് ഓടിയിട്ടുണ്ട്. അതായത് എവിടെ വിടണം, എവിടെ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. നമ്മൾ അങ്ങനാണോ? ചില സമയത്ത് ഇങ്ങനെ ബൈക്കിലോ കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒരാൾ നമ്മളെ ഓവർടേക്ക് ചെയ്തു പോകും എന്ന് പറഞ്ഞു, അത്രയ്ക്കായോ, നമ്മൾ അതിന്റെ പുറകെ പിടിക്കും. ആ ഓവർടേക്ക് ചെയ്ത് പോയ ആൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ കാണത്തില്ല. നമ്മളെ ഓവർടേക്ക് ചെയ്തൊന്നും നമ്മൾ അയാളോട് മത്സരം വെക്കും ഇല്ലാന്ന് മനസ്സിലായി. എന്നിട്ട് അയാളെ ഓവർടേക്ക് ചെയ്തിട്ട് ഈ എന്ന് പറഞ്ഞ് കാണിച്ചു പോകും നമ്മൾ ചില സമയത്ത്. ജീവിതത്തിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ മതി. ചില യുദ്ധങ്ങൾക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. വി ഷുഡ് സേവ് അവർ എനർജി ഫോർ എ ബിഗർ വാർ. ചെറിയ ചെറിയ ബാറ്റിൽസിൽ പോയിട്ട് നമ്മൾ നമ്മുടെ എനർജി കളയാതെ വി ഷുഡ് സേവ് അവർ എനർജി ഫോർ ബിഗർ വാർസ്. ജരാസന്ധനുമായിട്ട് എപ്പോഴെങ്കിലും പിടിക്കേണ്ട കാര്യമില്ല. എന്താ വിട്ടു. നാട്ടുകാരെന്ത് പറയും? മാക്സിമം നാട്ടുകാർ പറയും എന്താണ്, എനിക്ക് നമ്മുടെ ഒരു സ്വാമിജി ഉണ്ട്, വിവിക്താനന്ദി സ്വാമിയുടെ എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വാമിയുടെ ഗംഭീരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. സ്വാമിജി ഉള്ള സ്കൂളിൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായി. സാമുദായ സംഘടനയായിട്ടാണ് അവിടുത്തെ കുട്ടികൾക്ക് ഹരിയോം പറയാൻ ബുദ്ധിമുട്ട്. ഇന്നത്തെ കേരള ആലോചിച്ചു, അവർക്ക് ഹരിയോം പറയാൻ ബുദ്ധിമുട്ട്. കാര്യം അത് ഹിന്ദുത്വമാണ് എന്നല്ല. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില വസ്ത്രധാരണ ഒക്കെ വേണം. തട്ടം അതൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാര്യം യൂണിഫോം ആണ്. ഭയങ്കര ബഹളം, ഫത്വ ഇത്യാദി കാര്യങ്ങളൊക്കെ. ശരി, ഫത്വ ആയിക്കോട്ടെ. അപ്പം സ്വാമിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിചാരിച്ചത് ഈ പ്രാവശ്യം കുറെ കുട്ടികളൊക്കെ പിരിഞ്ഞു. പക്ഷെ നമ്മുടെ സ്കൂൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ടൗണിൽ. ഇത് ഭയങ്കര സംഭവമായി. അതിനുശേഷം ഇതിന്റെ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചു. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സ്വാമിജി ഞങ്ങളൊരു പത്രവാർത്ത കൊടുക്കും, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. അത് കൊടുത്തോട്ടെ. കൊടുത്തു, നിങ്ങൾ കൊടുത്തു, നമുക്കെന്താ പോവാൻ? പത്രവാർത്ത കൊടുത്തു. പക്ഷെ നമ്മൾ പറഞ്ഞിടത്താണ് കാര്യം നിൽക്കുന്നത്. യൂണിഫോം കൃത്യമായി. ഇവിടെ അല്ലല്ലോ പത്രവാർത്ത ഞാൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ ഇല്ലെന്ന് വിട്ടുകളാന്ന് ചീള്. മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ എന്ത് പറ്റുമെന്നറിയോ, നമ്മൾ ഇതിൽ കയറി പിടിക്കും. അങ്ങനല്ല, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ സൗണ്ട്. ചില ആൾക്കാരുണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ മെസ്സേജ് ആയിരിക്കണം അവസാനം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹായ് ഹായ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. മനസ്സിലായി? ഇല്ല, എന്തിനാന്ന് അവരവിടെ വെച്ച് നിർത്താൻ പറ്റണേ നിർത്തട്ടെ. ഞാൻ എന്തിനാന്ന് പിന്നെയും പോയി ചൊറിയാൻ നിൽക്കുന്നേ? ജരാസന്ധൻ വന്നു, ഓടി, മാറി. പിന്നെ അങ്ങനെ വന്നില്ലെങ്കിൽ മാക്സിമം എന്ത് വിളിക്കും? പേടിച്ചു, എന്നെ ഓടി എന്ന് പറയും. അത്രയല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, സമാധാനത്തോടുകൂടിയിരിക്കുകയല്ലോ. മനസ്സിലായില്ലേ? ഇത് നമുക്ക് പറ്റുമോ? ഇത് കാണിച്ചു തന്ന ഒരാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്താ മാനേജ്മെന്റ് ആലോചിച്ചു. പിന്നെയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്ഞാനമുദ്ര ധരിച്ച് ചമ്മട്ടിക്കോല് കയ്യിൽ പിടിച്ചാണ് നിൽക്കുന്നതെന്നാണ് എന്താണ് ഗീതാധ്യാന ശ്ലോകത്തിൽ പറയാ. എന്താ പറയാ? പ്രപന്ന പാരിജാതായ ഉത്തരവേത്രൈകപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതേ. ശരണം പ്രാപിച്ചവർക്ക് കൽപ്പവൃക്ഷം പോലുള്ളതും ഒരു കയ്യിൽ ചമ്മട്ടിക്കോൽ പിടിച്ചവനും ജ്ഞാനമുദ്ര ധരിച്ച. ജ്ഞാനമുദ്രയൊക്കെ ധരിച്ച് എന്താ ജ്ഞാനമുദ്ര? ഭയങ്കര സിംബോളിസ് ഒക്കെ ആചാര്യന്മാർ പറയുന്നതാണ്. 3 ശരീരങ്ങൾ. ശരീരമാണ് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് മാറിയിട്ട് ജീവൻ ആ പരമാത്മാവിനുമായിട്ട് ചേരുന്നതിനെ നമ്മളെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ജ്ഞാനമുദ്ര. അതായത് നമ്മളെ അറിവിലേക്ക് നയിക്കുന്ന, അത് ധരിച്ചുകൊണ്ട് ചമ്മട്ടിക്കോല് പിടിച്ച് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇത് മാത്രമാണോ? ആ ശ്രീകൃഷ്ണൻ ജീവിതം എങ്ങനെ ജീവിച്ച് ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അതൊന്നും പറയേണ്ടതാണ്. 16,008 ഭാര്യമായിരുന്നില്ല. എന്നിട്ട് നാരദൻ എന്ന് ചോദിച്ചില്ലേ, ഈ ഭാര്യമാരെ എങ്ങനെയാണ് ഒന്നൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? ഇവിടെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണെന്ന്, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ തന്നെ പുള്ളിയെ മേയ്ക്കാൻ പാടാണെന്ന് പറയുന്നപ്പോഴാണ് 16,008 ഭാര്യമാര്. നാരദൻ ഓരോ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒക്കെ ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവിടെ ഒന്നും ശ്രീകൃഷ്ണന്റെ കുറവറിയിക്കാത്ത രീതിയിലാണ് ഭഗവാൻ ഇടപെട്ടത്. ആലോചിച്ചു, എജ്ജാതി റിലേഷൻഷിപ്പ് മാനേജർ ആയിരിക്കുന്നു നമ്മൾ. അങ്ങനെയാണോ? ഇന്ന് സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം എന്താണെന്നറിയോ? ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ചെറിയൊരു കാര്യത്തിന് ഉടക്കാവും, ഉടക്ക് പിന്നെ വഴക്കാവും, വഴക്ക് പിന്നെ അകൽച്ചയാവും, അകൽച്ച പിന്നെ പകയാവും, പക പിന്നെ എവിടെ എത്തും എന്നറിയാവും. ഇവിടാണ് ഒരാള് 16,008 ഭാര്യമാരെ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ആണ് എന്ത് ചെയ്യുക?
ഈ ഭഗവത്ഗീത അർജുനായിട്ട് ഉപദേശിച്ചു. അർജുനാരാണ്? അർജുന്റെ ഗുണങ്ങൾ. ശ്രീകൃഷ്ണനാരാണ്? ഈ ഗുണങ്ങൾ നമുക്ക് കൊണ്ടുവരാതെ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതെ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കോൺവെർസേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു ടോപ്പിക്കാണ്. ഞാൻ ശ്ലോകം ബൈ ശ്ലോകം അല്ലല്ലോ പോവുക, നോക്കാം. ഇതൊരു ടോപ്പിക്കാണ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ അർജുന വിഷാദ യോഗം എന്താണെന്ന് കാണും. അർജുന വിഷാദ യോഗം എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കാണും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.